മലപ്പുറം എടക്കര സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ തട്ടിപ്പിനിരയായത് ആയിരക്കണക്കിന് ആളുകളാണ്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതുവരെ ലഭിച്ചത് 600-ലധികം പരാതികൾ. സാധാരണക്കാരായ ആളുകളുടെ ഒരു ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവുമായാണ് ഉടമകളായ കിഴക്കേതിൽ സന്തോഷ്, പി മുഷിർ എന്നിവർ മുങ്ങിയത്. നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കണം എന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. കാരാട്ട് കുറീസ്, ധനക്ഷേമനിധി എന്നീ രണ്ട് സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയത്. കൂലിപ്പണിയെടുത്തും ഓട്ടോ ഓടിച്ചും സ്വരൂപിച്ച പണമാണ് പല പാവപ്പെട്ടവരും ഇവിടെ നിക്ഷേപിച്ചത്. ഇപ്പോൾ ഇവർ എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുകയാണ്. കാരാട്ട് കുറീസും ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡും ഒരാഴ്ച മുൻപാണ് പൂട്ടിപ്പോയത്. സ്ഥാപനം തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ പോലും ഉടമകൾ മുങ്ങിയത് അറിയുന്നത്. പണം സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ദിവസച്ചിട്ടിയിൽ നിക്ഷേപിച്ചവർക്കുമാണ് നഷ്ടമായത്. പലരും വിവാഹാവശ്യത്തിനും വീട് വെക്കാനുമൊക്കെ സ്വരുക്കൂട്ടി വെച്ച പണവുമായാണ് ഉടമകളായ സന്തോഷും പി മുബഷിറും മുങ്ങിയത്. രൂപ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു. 12,000 രൂപ നമ്മൾ കുറിയിൽ ചേർന്നിട്ടുണ്ട്. ആ 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ കാരാട്ട് കുറീസ് ഇപ്പോഴും കാണുമ്പോഴാണ് സംഭവം അറിയണത്. എന്താ ചെയ്യുന്നത്? ഭർത്താവില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ 3 കുട്ടികളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പെരക്കൊന്ന് ശരിയാക്കാന്നില്ല പരിപാടിക്ക് വേണ്ടിയാണ്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം അറിയുന്നത്. നമ്മളെ കഷ്ടകാലം എന്ന് പറയും. 1 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ നഷ്ടമായവരുണ്ട്. നിലമ്പൂർ പോലീസിൽ ഇതുവരെ 600-ലധികം പരാതികളാണ് ലഭിച്ചത്. ഏകദേശം ഒരാൾക്ക് 10 ലക്ഷം ഉള്ളവരുണ്ട്, 5 ലക്ഷം ഉള്ളവരുണ്ട്, 4 ലക്ഷം ഉള്ളവരുണ്ട്, അങ്ങനെ കൊടുത്തവരുണ്ട്. നമുക്കിത് 10-15 വർഷമായിട്ട് നടന്നുകൊണ്ട് സ്ഥാപനമാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ അടച്ചു വളരെ വിശ്വസ്തമായി തിരിച്ചതിൻ്റെ അടിസ്ഥാനം വീണ്ടും കൊടുത്തിട്ടുള്ളത്. ഈ കൊടുക്കലൊക്കെ വീണ്ടും അവർ നമ്മളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളും ഗവൺമെൻറ് ജീവിക്കുന്ന ഞങ്ങളും ന്യായമായിട്ട് നികുതിയും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അല്ല, ഞങ്ങൾ കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ഒന്നുമില്ല. ഇവിടെ വെട്ടിപ്പലിശ കൊടുക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ന്യായമായി സമ്പാദിച്ച് അന്നത്തെ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മാറ്റി വെച്ചാൽ കാശ് ആ കാശ് കിട്ടിയേ മതിയാവൂ. അതിനുവേണ്ടി 7 അറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. നിലമ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ 2 സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. നിരവധി രേഖകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലമ്പൂരിലെ ധനക്ഷേമനിധിയിൽ 7 കോടി രൂപയുടെയും കാരാട്ട് കുറീസിൽ 5 കോടി രൂപയുടെയും തട്ടിപ്പ് നടന്നുവെന്നാണ് സൂചന. ഇവർക്ക് 14 ബ്രാഞ്ചുകൾ കൂടിയുണ്ട്. ഇവ കൂടി കൂട്ടിയാൽ എത്രയോ ഇരട്ടിയാകും തട്ടിപ്പ്. നാളെ എടക്കരയിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും നിക്ഷേപകരും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. പ്രതികൾക്ക് ഒളിവിൽ പോകാൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സഹായം ലഭിച്ചതായി പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചു പോകുന്നവർക്ക് സഹായം നൽകലാണോ നേതാവെ നിങ്ങളുടെ പൊതുപ്രവർത്തനമെന്നാണ് ഈ പാവപ്പെട്ട നിക്ഷേപകർ ചോദിക്കുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഈ തട്ടിപ്പ് നടത്തി മുങ്ങിയ 2 പേർക്കായി അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അവർക്കൊരു സംരക്ഷണം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത് എന്ന ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലും വിശദമായ അന്വേഷണം നടക്കട്ടെ. ജീവിതകാലത്തെ മുഴുവൻ നീക്കിയിരിപ്പുമായാണ് ജനങ്ങൾ തട്ടിപ്പ് കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മക്കളുടെ വിവാഹത്തിനും വീട് വെക്കാനുമൊക്കെയുള്ള പ്രതീക്ഷയിൽ സമ്പാദിച്ച പണമാണത്, നിക്ഷേപിച്ച പണമാണത്. എങ്ങനെയെങ്കിലും നിക്ഷേപം തിരികെ ലഭിക്കുന്നതിന് നടപടിയെടുക്കണം എന്നാണ് അവരുടെ ആവശ്യം. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. 4-5 മാസമായി കാലം കൂടിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ചെക്ക് തന്നിട്ടുണ്ട്. ചെക്ക് ബാങ്കിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ബാങ്കിലിട്ടിട്ട് അവർ ബാങ്കിൽ നിന്ന് ഗ്രീൻ ഷോട്ടൊക്കെ അയച്ചിരുന്നു. പക്ഷേ അപ്പോൾ അതിന് അവർ തന്നെ പിൻവലിച്ചു പോയി. ആ പൈസ ഫുള്ളായിട്ട് പിന്നെ നമുക്ക് പൈസ കിട്ടിയില്ല. ജൂലൈയിൽ ചിട്ടി കഴിഞ്ഞാണ്. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് 1.5 മാസമാണ് അവർ ടൈം പറഞ്ഞത്. അപ്പോൾ 1.5 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ പിന്നെ അവർ വീണ്ടും നീട്ടി. പിന്നെ നമ്മളൊരുപാട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവരൊരു ചെക്ക് തന്നു. അത് ഡിസംബർ 8-ന് ഉള്ള ചെക്കായിരുന്നു. 5 ലക്ഷത്തിൻ്റെ കുറിയാണ്. ഫുൾ എമൗണ്ട് അടച്ചിട്ട് ഡിസംബറിൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചെന്നപ്പോഴാണ് ഇങ്ങനെ സംഗതികളൊക്കെ അറിയണത്, പൂട്ടിപ്പോയതൊക്കെ ആയിട്ടുള്ളത്. ഒന്നും പറഞ്ഞില്ല. പിന്നെ ഫോണൊക്കെ എല്ലാതും ഓഫാണ്. നവംബർ 15-ാം തീയതി ഡേറ്റ് ഇട്ടാണ് അവർ തന്നത്. അപ്പോൾ ഈ നവംബർ 15-ാം തീയതി ഞാൻ അവിടെ ഇത് ഹാജരാക്കിയെങ്കിലും ഇത് 2 ദിവസം കൊണ്ട് ബൗൺസാകുക ചെയ്തത്.
അങ്ങനെ ഇത് പ്രകാരം ഞാൻ വീണ്ടും കാരാട്ട് കുരീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ നാളെ വരാനാണ് പറഞ്ഞത്. അങ്ങനെ നാളെ പിറ്റേന്ന് വന്നപ്പോൾ അവിടെ പൂട്ടിക്കിടക്കുകയുണ്ടായത്. ഈ ബാക്കിയുള്ള ഈ കേസിൻ്റെ ഏത് അറ്റം വരെ നമ്മൾ പോകാനുള്ള തീരുമാനത്തിലാണ്. പിന്നെ പോരാത്തതെന്ന് വെച്ചാൽ ഇവർ ഗവൺമെൻറ് അംഗീകൃതം എന്നുള്ള പേരിലാണ് ഈ സ്ഥാപനം ഇത് ചെയ്തേണ്ടത്. അതുമാത്രമല്ല ഓല് രജിസ്ട്രേഷനിൽ നമ്മൾ ചിട്ടി രജിസ്റ്റർ ചെയ്യുമല്ലോ, രജിസ്റ്റർ ചെയ്തത് 2 ടൈപ്പ് സീലാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഒറിജിനലും ഒന്ന് ഡ്യൂപ്ലിയും. അപ്പോൾ ഇതിനൊന്നും ഇത് 6 മാസം 7 മാസമായിട്ട് ഈ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല.